ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമല്ല, ഈ നിമിഷമാണ് ജീവിതം. മോശം സമയത്തെയും നമ്മളൊക്കെ ഇഷ്ടപ്പെടണം. കാരണം അപ്പോഴാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാവുന്നത്. ഉപകാരങ്ങൾക്കെന്നും ഓർമ്മശേഷി കുറവാണ്. ചെയ്തതൊക്കെ അധികം പേരും അങ്ങ് മറന്നു പോകും. ചെയ്യാൻ മറന്നതൊക്കെ എണ്ണി എണ്ണി ഓർത്തിരിക്കും. സമയം നഷ്ടപ്പെടുക എന്നാൽ ആയുസ്സ് നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. നിമിഷങ്ങളുടെ സമ്മേളനമാണ് ഓരോ ദിവസവും. കാറ്റിനേക്കാൾ സുതാര്യവും വേഗവുമാണ് സമയത്തിന്. കടന്നു പോകുന്ന യുവത്വത്തിൻ്റെ നിമിഷങ്ങളെ ഓർത്ത് വാർദ്ധക്യത്തിൻ്റെ വിരസതയിൽ വിലപിക്കുവാൻ ഇടവരരുത്. കഷ്ടതകൾക്കിടയിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുതി ജയിക്കുന്നവർ പകർന്നു നൽകുന്ന ഒരു പാഠമുണ്ട്. അത് നമുക്കും സാധിക്കും എന്നതാണ്. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തു വയ്ക്കേണ്ടത് നല്ലതാണ്. നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ചു പോയാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മനോഹരമായ ഉത്തരം ഇതായിരുന്നു: ഏറ്റവും അടുത്തവർ ആരും ഉപേക്ഷിച്ചു പോവില്ല, പോയവരാരും നമ്മുടേതായിരുന്നില്ല. വീട് ചെറുതാണെങ്കിലും അതിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരത്തേക്കാൾ വലുതാണ്. കയ്യിൽ സമ്പത്തുള്ളവനല്ല, മനസ്സിൽ സമാധാനം ഉള്ളവരാണ് യഥാർത്ഥ സമ്പന്നൻ. ആരിൽ നിന്നും കടം വാങ്ങാനോ തട്ടിപ്പറിക്കാനോ പറ്റാത്ത ഒന്ന്, അതാണ് സമാധാനം. തികച്ചും ശാന്തമായി ഒഴുകുന്ന പുഴ പോലെയാണത്. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ നമുക്ക് സമയം കിട്ടൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങുക. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. നമ്മുടേതെന്ന് കരുതിയ മനുഷ്യർ നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇറങ്ങിപ്പോകേണ്ടത് ജീവിതത്തിൽ നിന്നല്ല, ആ മനുഷ്യരിൽ നിന്നാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വയം ജീവിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് വേണ്ടി നിങ്ങളെ വിനിയോഗിക്കാൻ തുടങ്ങും. ഒരിക്കൽ പരാജയം അറിഞ്ഞെന്നു കരുതി ഒരിക്കലും പിന്മാറരുത്. കാരണം പരാജയം എന്നത് പരിശ്രമത്തിലേക്കുള്ള ആദ്യ പടിയാണ്. നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്ന് കുറ്റം പറയേണ്ടി വരുന്നത്. വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. നീ ആഗ്രഹിച്ചത് ലഭിച്ചാൽ താഴ്മയുള്ളവനാവുക. നീ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ ക്ഷമയുള്ളവനാവുക. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല. എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല, പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപോകില്ല. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. നിങ്ങളോട് നന്നായി പെരുമാറുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറന്നുകളയുക. ചില സമയങ്ങളിൽ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ സുഹൃത്തുക്കളാകും. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ ഓർമ്മകൾ ശത്രുക്കളാകും. സ്നേഹമില്ലായ്മയെ സ്നേഹം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാനാകൂ. അർത്ഥശൂന്യമായ വാക്കുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോയാൽ വിജയങ്ങൾക്ക് തടസ്സങ്ങൾ കുറവായിരിക്കും. എപ്പോഴും പുതുതായി എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യപ്പെടുക. ഒരു പരിധി നിശ്ചയിച്ച് അതിനുള്ളിൽ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിരസമായി മാറും. നിങ്ങൾ തകർന്നവരാണെന്ന് കരുതുകയാണെങ്കിൽ മനസ്സിലാക്കുക, പൊട്ടിയ കളർ പെൻസിലുകൾക്കും നിറം പകരാൻ കഴിയും. നമ്മുടെ എല്ലാ ന്യൂനതകളും കണ്ടുപിടിച്ച് നമ്മളോട് പറയുകയും അന്യരുടെ മുന്നിൽ വച്ച് മറച്ചു വയ്ക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സുഹൃത്ത്. ബന്ധങ്ങൾ നിറങ്ങൾ പോലെയാണ്. പതിയെ പതിയെ അത് ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കും. ചതിച്ചവർ ആദ്യം ചിരിക്കും, പിന്നീട് കരയും. ചതിക്കപ്പെട്ടവർ ആദ്യം കരയും, പിന്നീട് ചിരിക്കും. ഇത് ദൈവനിശ്ചയമാണ്. മാതാപിതാക്കൾ ഉള്ള കാലമാണ് ഏറ്റവും നല്ല സമയം. അവരുടെ കാലം കഴിഞ്ഞാൽ
പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരോളം വരില്ല ഒരാളും. ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. വാടിയ പൂ ആരും ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരുമുണ്ട്. നമ്മളൊന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. നമ്മളെക്കുറിച്ച് നമ്മൾ 1000 വട്ടം സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പറയുന്ന കള്ളങ്ങളായിരിക്കും. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളേക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത്. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും.